ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പാൽ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. സാധാരണ ഇത് മൈദ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഷുഗർ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല, പിന്നെ ഒരു നുള്ളു ഉപ്പ്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി അഥവാ ആട്ട ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇതും കൂടി ചേർത്ത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ 1 കപ്പ് ആട്ടപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആകെ മൊത്തം 2 കപ്പ് ആട്ടയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇത് കുറച്ച് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്തായാലും ഡ്രൈ ആയിട്ട് വരും. നമ്മളിതിലേക്ക് പിന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഞാനിത് ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടി പിടിക്കാണ്ടിരിക്കാനും സഹായിക്കും, പിന്നെ നല്ലൊരു ഫ്ലേവറുമാണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ. നെയ്യ് തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിലും നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നിങ്ങളടുത്ത് പാൽപ്പൊടി ഇല്ലെങ്കിൽ, നേരത്തെ നമ്മൾ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതിന് പകരം ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അതിനൊരു പ്രത്യേക അളവൊന്നുമില്ല, നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ പുരട്ടിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുരട്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഷുഗർ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഷുഗർ സിറപ്പ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക്, പിന്നെ അടച്ചു വെച്ചാൽ മതി. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാൽ കേക്കിൻ്റെ ഡോ എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. മുഴുവൻ ഡോയും ഒറ്റ പ്രാവശ്യം പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്, ബോൾസാക്കി എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ പതുക്കെ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തരുത്, കുറച്ചൊരു തിക്നെസ് വേണം. അപ്പോൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പാൽ കേക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കത്തിയിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ടായിരുന്നു ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ. അപ്പോൾ ഇനി ഇതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ചൊന്ന് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് സൈഡെല്ലാം ഷേപ്പാക്കി കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഡോ പരത്തിയെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് 2 സൈഡിലുള്ള ചെറിയൊരു പീസ് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഒപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാകും.
അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഓരോ പീസ് നമുക്ക് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഓയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. ഇത് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ചൂടായ ഓയിലിലേക്ക് നമ്മൾ പാൽ കേക്കിൻ്റെ ഡോ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം ഒരിക്കലും കൂട്ടി കൊടുക്കരുത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗം നമുക്ക് ബ്രൗൺ കളറായിട്ട് കിട്ടും, ഉള്ളാണെങ്കിൽ വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ പതുക്കെ ടൈം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പാൽ കേക്ക് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഓയിലിൽ നിന്ന് മാറ്റുകയാണ്. നമ്മൾ ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കണം. ഷുഗർ സിറപ്പ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ചൂടോട് കൂടി ഇട്ട് കൊടുത്താൽ മാത്രമേ ഷുഗർ സിറപ്പ് ഉള്ളിലേക്കൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഷുഗർ സിറപ്പിൽ വെച്ചാലേ കറക്റ്റായിട്ട് ഷുഗർ സിറപ്പ് ഉള്ളിലേക്കൊക്കെ പിടിച്ച് കിട്ടുന്നുള്ളൂ. അപ്പോൾ തന്നെ എടുത്താലും അത്രയും മധുരം നമുക്ക് കിട്ടുന്നില്ല. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതും ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് ആട്ടപ്പൊടിയിലാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. സാധാരണ ഇത് മൈദയിലാണ് ചെയ്തെടുക്കാറ്. ആട്ടപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടി ഇത് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.